ഹായ് എവരി വൺ, എല്ലാവർക്കും ആഷ്ലിറ്റ് ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് S3 BCom കോർപ്പറേഷൻ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള ഇഫക്റ്റീവ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന ടെക്സ്റ്റിലെ ഫേസ്ബുക്ക് ഈസ് മേക്കിംഗ് മിസറബിൾ എന്ന എസ്സേ ആണ്. ഈ എസ്സേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ എസ്സേയിൽ പറയുന്ന പ്രധാനപ്പെട്ട 3 പോയിൻറ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫേസ്ബുക്ക് ഈസ് മേക്കിംഗ് അസ് മിസറബിൾ എന്നുള്ള എസ്സേ എഴുതിയിട്ടുള്ളത് ഡാനിയൽ ഗുലാട്ടി എന്ന റൈറ്ററാണ്. ഫേസ്ബുക്ക് വാസ് ഫൗണ്ടഡ് ഇൻ 2004 ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ മാർക്ക് സക്കർബർഗ്. 2004 ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മിഷൻ എന്നുള്ളത് ടു കണക്ട് വിത്ത് പീപ്പിൾ എന്നുള്ളതായിരുന്നു. ഇതൊരു 1 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. വാട്ട് വാസ് ദ മിഷൻ ഓഫ് ഫേസ്ബുക്ക് വെൻ ഇറ്റ് വാസ് ഫൗണ്ടഡ്? ആൻസർ ഇതാണ്, ടു കണക്ട് വിത്ത് പീപ്പിൾ. ആൾക്കാരുമായിട്ട് കണക്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഭാഷയുടെയോ ഒന്നും അതിർവരമ്പുകളില്ലാതെ മനുഷ്യരുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഫേസ്ബുക്ക് 2004 തുടങ്ങുന്നത്. പിന്നീടുള്ള ഫേസ്ബുക്കിൻ്റെ ജേർണി എങ്ങനെയാണ്, അത് ആൾക്കാരെ എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, ബോത്ത് പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി, ഇതാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. അപ്പോൾ ഈ എസ്സേയിൽ 3 ട്രാപ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവ 3 നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പയറിംഗ് ട്രാപ്പാണ്. കമ്പയറിംഗ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, താരതമ്യം ചെയ്യലാണ്. അപ്പോൾ ഫേസ്ബുക്ക് എങ്ങനെയാണ് ആൾക്കാരെ തമ്മിൽ താരതമ്യം ചെയ്യിപ്പിക്കുന്നതെന്നും അതിലൂടെ ഒരു സങ്കടം മനുഷ്യരുടെ ഉള്ളിൽ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതുമാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് ഈസ് ക്രിയേറ്റിംഗ് എ ഡെൻ ഓഫ് കമ്പാരിസൺ. ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കമ്പയർ ചെയ്യാനായിട്ട് ആൾക്കാർക്കൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറുകയാണ്. അതായത് ആൾക്കാർ കൂടുതലും അവരുടെ പോസിറ്റീവായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആണ് ഫേസ്ബുക്കിൽ കൊടുക്കുന്നത്. അത് കാണുമ്പോൾ മറ്റൊരാൾക്ക് തോന്നുന്നത് അവരുടെ ലൈഫിൽ മൊത്തം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് നല്ലൊരു ജോലി ശരിയാകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല, ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നില്ല. മറ്റേ ആൾക്ക് നല്ല ജോലി കിട്ടുന്നു, ആൾ പുതിയ വാഹനം എടുക്കുന്നു. അങ്ങനെ വളരെ പോസിറ്റീവ് മൈൽ സ്റ്റോൺസ് മാത്രമാണ് ആളുടേത് കാണുന്നത്. അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന എ കൈൻഡ് ഓഫ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ആണ് ഈ കമ്പയറിംഗ് ട്രാപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഹാപ്പിനെസ്സിന് വില കുറച്ച് കാണാനായിട്ട് ശ്രമിക്കുന്നു മറ്റൊരാളുടെ പോസിറ്റീവ് മൈൽ സ്റ്റോൺസ് കാണുമ്പോൾ. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന ഒരു ടേം ഉണ്ട്, ഫേസ്ബുക്ക് ഈസ് എ സെൽഫ് ക്യൂറേറ്റഡ് പ്ലാറ്റ്ഫോം. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഹൈലൈറ്റ്സ് മാത്രം, നമ്മുടെ പോസിറ്റീവ് ഹൈലൈറ്റ്സ് മാത്രമേ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ ലൈഫ് ഷാറ്റർ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ കരുതുന്നത് ഈ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി. അതിപ്പോൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, മറിച്ച് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം ആലോചിച്ചാലും മതി. ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ നടക്കുന്ന ഒരു ടേം തന്നെയുണ്ട്, ഒരു കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടേം തന്നെയുണ്ട്. നിങ്ങൾക്കറിയാവുന്നതാണ് റിയൽ വേഴ്സസ് റീൽ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. അതായത് നമ്മൾ കാണുമ്പോൾ, അപ്പുറത്തുള്ള ഒരാളുടെ റീല് കാണുമ്പോൾ നമ്മൾ കരുതും ഇതെല്ലാമാണ് ശരി, ഇതെല്ലാമാണ് സത്യം എന്ന് നമ്മൾ കരുതും. പക്ഷേ തൊട്ടപ്പുറത്ത് അവരുടെ റിയൽ സൈഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെക്കാളും കഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവരുടെ റീല് കണ്ടിട്ട് നമ്മൾ കരുതും അവർ ഭയങ്കര ഹാപ്പിയാണ്, അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് കരുതി നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സിന് വില കുറച്ച് കാണാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇത് തന്നെയാണ് കമ്പയറിംഗ് ട്രാപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ കാര്യം എഴുതുന്നതിനോടൊപ്പം തന്നെ പ്രസൻറ്റ് സെനേറിയോ കോട്ട് ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇറ്റ് ഈസ് ഈസി ടു ക്രിയേറ്റ് ആൻ ഓൺലൈൻ കൾച്ചർ ഓഫ് കമ്പാരിസൺ ആൻഡ് കോമ്പറ്റീഷൻ. ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നമുക്കൊരു ഓൺലൈൻ കമ്പാരിസൺ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന ആൾ ഈ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. നമ്മൾ ഇതൊന്നും ഡയറക്റ്റായിട്ട് കാണുന്നുണ്ടായിരിക്കത്തില്ല. നമ്മൾ അപ്പുറത്തുള്ള പോസ്റ്റുകൾ കണ്ടിട്ടായിരിക്കും, അപ്പുറത്ത് നിൽക്കുന്ന ആളെപ്പോലും നമുക്ക് പരിചയം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ അവരുടെ റീല് കണ്ടിട്ട് അല്ലെങ്കിൽ ഇവരുടെ പോസ്റ്റുകൾ കണ്ടിട്ട് നമ്മൾ അങ്ങ് ഡിസൈഡ് ചെയ്യാണ് അവർ വളരെ ഹാപ്പിയാണ്, അവർ ലൈഫിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് നമ്മൾ അങ്ങ് കരുതുകയാണ്. ആൻഡ് സെക്കൻഡ് തിങ്, കമ്പയറിങ് അവേഴ്സെൽസ് ടു അതേഴ്സ് ഈസ് a key driver or
ഹാപ്പിനെസ്. അപ്പോൾ നമ്മുടെ സന്തോഷങ്ങളെ എല്ലാം നമ്മൾ വില കുറച്ച് കാണുകയാണ്. മറിച്ച് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പുറത്തുള്ളവരുടെ ലൈഫ് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെ വില കുറച്ച് കണ്ടിട്ട് അൺഹാപ്പിയായി തുടരുകയാണ്. അപ്പോൾ അപ്പുറത്തുള്ള ആളെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൻ്റെ അൺഹാപ്പിനെസ്സിൻ്റെ ഒരു കീ തന്നെ ആണ്. പിന്നെ പറയുന്നത് വി ബിഗാൻ ടു മെഷർ സക്സസ് ആൻഡ് ഹാപ്പിനെസ് ബൈ കമ്പയറിങ് വിത്ത് അതേഴ്സ്. അടുത്ത ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുമല്ലോ, എനിക്ക് തന്നെ ലൈഫിൽ ഒന്നും ഇതുവരെ നേടാനായിട്ട് പറ്റിയിട്ടില്ല എന്നോർത്ത് നമ്മളിങ്ങനെ വിഷമിക്കുകയാണ്. നമ്മുടെ ലൈഫിനെ എപ്പോഴും അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കാണുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്പയറിങ് ട്രാപ്പ് എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കത് ഫേസ്ബുക്കിൻ്റെ കാര്യത്തിൽ മാത്രം അപ്ലൈ ചെയ്ത് എഴുതണം എന്നില്ല. ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. നമ്മൾ തന്നെ ഒരുപാട് ന്യൂസൊക്കെ പിന്നീട് കണ്ടിട്ടുള്ളതാണ്. പലരും ഇതുപോലെ റിയൽ ലൈഫിൽ നമ്മളോട് ഭയങ്കര ഹാപ്പിയായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ പിന്നീട് റിയൽ ലൈഫ് അറിയുമ്പോഴത്തേക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യൂട്യൂബ് ചാനൽസിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഫാമിലി വ്ളോഗ്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ അവരുടെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര അടിപൊളി ലൈഫാണ് അവരുടേന്ന്. പക്ഷേ റിയൽ ലൈഫ് വരുമ്പോഴത്തേക്ക് അവർക്കൊരു ഹാപ്പിനെസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കമ്പയറിങ് ട്രാപ്പ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് എഴുതേണ്ടത്. ഇനിയും സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് നമ്മുടെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. സെയിം ഈ കാര്യം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യത്തിലും എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രാറ്റജിയാണ്. അതായത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ലെങ്കിൽ സിംഗിളായിട്ടുള്ള ഒരു ഫോണിൽ നിന്ന് മാത്രമല്ല നമുക്ക് അതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമുക്ക് ഓഫീസിൽ പോകുമ്പം ഓഫീസിലെ സിസ്റ്റത്തിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല നമ്മുടെ വീട്ടിലെ ഡെസ്ക്ടോപ്പിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആരുടെ ഫോണിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നമുക്ക് അപ്ഡേറ്റ്സ് നോക്കാനായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫേസ്ബുക്കിനുണ്ട്. അത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനും അതുണ്ട്. സോ ഇതെല്ലാം തന്നെ നമ്മുടെ ടൈമിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യുകയാണ്, നമ്മുടെ സമയത്തിനെ ചുരുക്കുകയാണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. ഫേസ്ബുക്ക്സ് ഹൊറിസോണ്ടൽ സ്ട്രാറ്റജി എൻകറേജസ് യൂസേഴ്സ് ടു ലോഗിൻ ഫ്രം ഡിഫറെൻറ്റ് ഡിവൈസസ്. ഹൊറിസോണ്ടൽ സ്ട്രാറ്റജി എന്നുള്ളതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്, മൾട്ടിപ്പിൾ ഡിവൈസസിൽ നിന്ന് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പീപ്പിൾ ആർ ലെസ് പ്രസൻറ്റ് വെയർ ദേ ആർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ലെസ് പ്രസൻറ്റ്, അതായത് ആൾക്കാർ അവിടെ ഫിസിക്കലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ദേ ആർ പ്രസൻ്റ് ആണ് അവിടെ. പക്ഷേ അവർ മാനസികമായിട്ട് അവരവിടെ അല്ല. അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഫിസിക്കലി അവിടെ പ്രസൻ്റ് ആണ്, മെൻ്റലി ദേ ആർ നോട്ട്. അതാണ് ലെസ് പ്രസൻ്റ് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ജോലി ചെയ്യാനായിട്ട് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. നമ്മളത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. അതിനോടൊപ്പം പാരലായിട്ട് തന്നെ നമ്മൾ സ്ക്രോളിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയുള്ളൊരു കോൺസ്റ്റൻറ്റ് ടാബിങ്, അതായത് നമ്മൾ ഒരു ടാബിൽ നിന്ന് മറ്റൊരു ടാബിലേക്ക് പോവുക, അതിനെയാണ് ടാബിങ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വിച്ചിങ് എന്നുള്ള ടേമും സെയിം തന്നെയാണ്, സ്വിച്ചിങ് ഫ്രം വൺ പ്ലാറ്റ്ഫോം ടു അത്. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ലെസ് പ്രൊഡക്ടിവിറ്റിയാണ് ലഭിക്കുന്നത്. നമ്മൾ എത്രയൊക്കെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂസ് ചെയ്യുമ്പം അത് നമ്മൾ പോലും അറിയാതെ നമ്മളെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്യുക മാത്രമല്ല, നമ്മളെ ട്രാപ്പ് ചെയ്ത് അതിലേക്ക് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം നോക്കാനായിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കുന്നത് എന്താണ്, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. ആൻഡ് നമ്മൾ എന്തിനാ വന്നത് എന്നുള്ള കാര്യം നമ്മളങ്ങ് മറന്നു പോകും. നമ്മൾ അതിൽ മാത്രമായിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കും. അത് നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യുകയാണ്, നമ്മുടെ ടൈമിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യുകയാണ്. ബട്ട് നമ്മളത് അറിയുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയുക പോലും ഇല്ല. നമ്മളൊരു ഹെഡ്സെറ്റും വെച്ച് റീലും കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനും എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് പോലും നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇതിലേക്കങ്ങ് മുഴുകി പോകുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാകാറുണ്ട്.
അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് ഗെറ്റ്സ് റീപ്ലേസ്ഡ് ബൈ മൾട്ടി ടാസ്കിങ് ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ പുവർ ക്വാളിറ്റി ഔട്ട്പുട്ട്. നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടൊരു കാര്യം ചെയ്യുന്നതിന് പകരം നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തൂടെ നമ്മൾ അപ്പുറത്ത് സ്ക്രോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഹൊറിസോണ്ടൽ സ്ട്രാറ്റജി ഓഫ് ഫേസ്ബുക്ക് എന്നുള്ള ആ ഒരു ട്രാപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. അത് നമ്മുടെ ടൈമിനെ കൺസ്യൂം ചെയ്യുന്നു, ടൈമിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നു. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ എലാബറേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് ഡിക്ലൈൻ ഓഫ് ക്ലോസ് റിലേഷൻഷിപ്സ്. അതായത് വളരെ അടുത്ത റിലേഷൻസിനെ എല്ലാം നമ്മൾ കട്ട് ഷോട്ട് ചെയ്യുകയാണ്. റിലേഷൻഷിപ്സിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള മീറ്റിങ്സ് അല്ലെങ്കിൽ ലോങ് ഫോൺ കോൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മളതെല്ലാം ചാറ്റിംഗ് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് ഒതുക്കുകയാണ്. ഫേസ്ബുക്ക് കട്ട്സ് ഓഫ്ലൈൻ റിലേഷൻഷിപ്സ്. അതായത് നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ നേരെ ഒന്ന് കാണാനോ ഒരുമിച്ച് ഒന്ന് ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കാനോ ഒന്നും നമ്മൾക്ക് സമയമില്ല. പകരം നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ഓൺലൈനിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വീഡിയോ ചാറ്റ് ഫീച്ചർ കൂടി അതിലേക്ക് എനേബിൾ ആയപ്പോഴത്തേക്ക് പിന്നെ കാണാൻ കൂടി പറ്റും. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഓഫ്ലൈനായിട്ട് എവിടെയെങ്കിലും പോകാനോ ഒരു കോഫി ഷെയർ ചെയ്തുകൊണ്ടിരുന്ന് സംസാരിക്കാനോ ഒന്നും നമ്മൾ തയ്യാറാവുന്നില്ല. പകരം നമ്മൾ ഓൺലൈനായിട്ടുള്ള മീറ്റിംഗ്സ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇൻ പേഴ്സൺ മീറ്റിംഗ്, എ ലോങ് ഫോൺ കോൾ എക്സെട്ര ഗെറ്റ് റീപ്ലേസ്ഡ്. ഇവയൊന്നും തന്നെ ഇല്ല, മറിച്ച് നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ മിസ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇൻട്രാക്ട് മോർ ഡീപ്ലി. നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻട്രാക്ഷൻ ഇവിടെ ലാക്ക് ചെയ്യുകയാണ്. ഓഫ്ലൈൻ റിലേഷൻഷിപ്സ് ഗെറ്റ് വീക്കർ ആൻഡ് വി മിസ് ദ ക്ലോസ്നെസ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. സൗഹൃദത്തിനുള്ള ആ ഒരു ക്ലോസ്നെസ്, നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുക, അവരോട് നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മിസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൺലൈൻ ചാറ്റിങ്ങിലേക്ക് നമ്മൾ മാറുന്നത്. അപ്പോൾ ഈ 3 ട്രാപ്പുകളാണ് ഈ ഒരു എസ്സേയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് കമ്പയറിംഗ് ട്രാപ്പ്, സെക്കൻഡ് വൺ ഈസ് ഹൊറിസോണ്ടൽ സ്ട്രാറ്റജി ഓഫ് ഫേസ്ബുക്ക് ആൻഡ് തേർഡ് വൺ ഈസ് ഡിക്ലൈൻ ഓഫ് ക്ലോസ് റിലേഷൻഷിപ്സ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.